ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിതേ ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നമ്മളിവിടെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതേ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അതിനുശേഷം ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 2-3 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും നമ്മൾ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ റിച്ചൂസ് ഇവിടെ ഭയങ്കരമായിട്ട് അർമാദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറേ നോട്ടീസ് ബോർഡിലൊക്കെ കുറേ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, എനിക്കും കൂടെ വായിച്ച് നോക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അനീമിയ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, അങ്ങനെ പല അസുഖങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. BP, ഷുഗർ, അങ്ങനെ എല്ലാ അസുഖങ്ങളുടെയും ഏകദേശം ഒരു ചിട്ടയും കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളത് വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് തോനെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മരുന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ പോകുന്നത് നമ്മളെ അടുത്ത് തന്നെയുള്ള ഒരു കൈത്തറിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ആ ഒരു ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. നമ്മുടെ ശ്രീകൃഷ്ണപുരം റോഡാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണപുരം റോഡിൽ തന്നെയുള്ള കരിമ്പുഴ എന്നുള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് ഇവിടെ കാണുന്നത് നമുക്ക് നല്ല ഭംഗിയിലുള്ള പുഴയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ അതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഏകദേശം ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവരുടേതായ കൈത്തറി അവർ തന്നെ വീട്ടിൽ നിർമ്മിച്ചെടുത്ത് വിൽപ്പന ചെയ്യുന്ന ഒരു ഏരിയാസാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ കടകൾ നമുക്ക് കാണാൻ പറ്റും. കൈത്തറികളാണ് കേട്ടോ എല്ലാതും. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കാരണം ഓണമൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പുകളും അവർ അത്യാവശ്യം കളക്ഷനിൽ തന്നെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുട്ടികളുടെ പട്ടുപാവാടയൊക്കെ കാണാനായിട്ടോ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ഹോൾസെയിൽ ഏരിയയും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എപ്പോഴും വരുന്നൊരു വീടുണ്ട് കേട്ടോ. നമ്മൾ ആ വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു വീടെന്ന് പറയുന്നത് KCS ഹാൻഡ്ലൂം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ പലതരം കളക്ഷൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്തിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക വീടുകളുടെ മുന്നിലും അവർ ഈ കോലം വരയ്ക്കുന്നൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വേറൊരു കടയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം എടുത്തതിന് ശേഷം തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.